അടുത്തതായി A.T. ഉമ്മർ അനുസ്മരണമാണ്. സാദരം ക്ഷണിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ T.S. സുരേഷ് ബാബു സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. മദ്രാശിയിലെ ജെമിനി സ്റ്റുഡിയോ നിർമ്മാണ രംഗം സജീവമല്ലാതായപ്പോൾ സ്റ്റുഡിയോ ഇരുന്ന സ്ഥലം ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും പാർപ്പിട സമുച്ചയങ്ങൾക്കും വഴിമാറിക്കൊടുക്കുവാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ പാഷൻ കോംപ്ലക്സ് എന്ന പേരിൽ ഒരു ബഹുനില പാർപ്പിട സമുച്ചയം അവിടെ ഉയർന്നു വന്നു. അവിടെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ A.T. ഉമ്മർ. ഉമ്മറിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചങ്ങാതി സാക്ഷ്യപ്പെടുത്തുന്നത് പല രാവുകളും ഇരുണ്ട് വെളുത്ത് ഉദിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള യാമങ്ങളിൽ ഉമ്മറിൻ്റെ ഫ്ലാറ്റിനകത്തു നിന്നും പലപ്പോഴും ഹാർമോണിയത്തിൻ്റെ ശ്രുതിഭേദങ്ങളുടെ തരംഗങ്ങൾ അലകളായി ഒഴുകിയെത്തുന്നത് കേൾക്കാമായിരുന്നു. കൊമ്പിൽ കിലുത്തും കെട്ടി ഉള്ളറിഞ്ഞ പന്തുരുത്തി ലാടം വെച്ച കുഞ്ഞിക്കുളം വെടിച്ചോടിച്ചോടാതെ മടിക്കാതെ. ചില രാവുകളിൽ പുലർവേളകളിൽ അതിന് പകരം എവിടെയോ നടക്കുന്ന ഒരു വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൻ്റെ ലഹരി നിറഞ്ഞ ആരവ ഭേദികളാണ് ഉയർന്നു കേൾക്കുകയെന്ന്. A.T. ഉമ്മറിൻ്റെ ജീവിതത്തിൻ്റെ പൂർവാശ്രമ നാളുകളിൽ അദ്ദേഹം ഒരു ഫുട്ബോൾ കമ്പക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹം ഒരു കേളി കേട്ട കളിക്കാരൻ കൂടിയായിരുന്നു. കണ്ണൂർ നഗരത്തിലെ അഞ്ചുകണ്ടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന A.T. ഉമ്മറിന്, അഞ്ചുകണ്ടി തലക്കൽ ഉമ്മറിന്, മൊയ്തീൻ കുട്ടിയുടെയും സൈനബയുടെയും മകനായി 1933 മാർച്ച് മാസം 10-ാം തീയതി ജനിച്ച A.T. ഉമ്മറിന് കണ്ണൂരിൻ്റെ ആവേശ തരംഗമായ ഫുട്ബോളിൻ്റെ മാസ്മരിക ലഹരിയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകുമായിരുന്നില്ല. കളിക്കളത്തിൽ അദ്ദേഹം വീറോടെ കുതിക്കുന്ന കളിക്കാരനായിരുന്നുവെന്ന് അതേ ലഹരി സിരകളിൽ പേറിയിരുന്ന അഭിനേതാവ് K.P. ഉമ്മർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കളിക്കളത്തിൽ ബോളിൻ്റെ പുറകെ ഗോൾ നേടാനും തടുക്കാനും വേണ്ടി കുതിക്കുന്നതിനിടയിലും ജന്മവാസനയായി ലഭിച്ച സംഗീതാഭിരുചിയെ പോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ഉമ്മർ നടത്തിപ്പോന്നിരുന്നു. എന്റെ ജന്മം നീയെടുത്ത്, നിന്റെ ജന്മം ഞാനെടുത്ത്. വേണുഗോപാലൻ ഭാഗവതരുടെ കീഴിൽ 4 വർഷം ശിഷ്യപ്പെട്ട് അദ്ദേഹം സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി. ഹിന്ദുസ്ഥാനി സംഗീതധാരയോടാണ് തൻ്റെ ആഭിമുഖ്യം എന്ന് തിരിച്ചറിഞ്ഞ് ആ ശ്രേണിയിൽ ശിക്ഷണം തേടുവാൻ അദ്ദേഹം വളപട്ടണം മുഹമ്മദിനെയും കാസർഗോഡ് കുമാറിനെയും തേടിപ്പോയി. മായാപ്രപഞ്ചങ്ങൾ മനസ്സിൽ മണലാരണ്യങ്ങൾ, ഒരു തുള്ളിദാഹ നീരുറവയ്ക്കു വേണ്ടി അലയുകയാണിന്നു ഞാൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുള്ള
മറ്റ് വിശിഷ്ടാതികളെ സൗകര്യസൗകര്യമായ മുഖ ഞാൻ പേഴ്സണലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടില്ല. ഞാനന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സമയത്ത് ഇദ്ദേഹം വൺ ഓഫ് ദ ലീഡിങ് പാവങ്ങളുടെ ഇപ്പോഴത്തെ ഇളയരാജമാരിയൊക്കെ പാവങ്ങളുടെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. ആര് ചെയ്താലും ബഡ്ജറ്റ് നോക്കിയിട്ട് ചെയ്തു കൊടുക്കും. ബഡ്ജറ്റ് അന്ന് അത്രയൊക്കെ ഉള്ളൂ. 2.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 4 ലക്ഷം, 3 അങ്ങനെയുള്ള ബഡ്ജറ്റിൽ അദ്ദേഹം പടം ചെയ്തു കൊടുക്കുന്ന ആളാണ്. മൊത്തം പടത്തിൻ്റെ ബഡ്ജറ്റാണ് ഞാൻ പറയുന്നത്. കാരണം ഏത് ടൂർ വേണമെന്ന് ഒന്ന് അറിയിച്ചാൽ മതി, അതനുസരിച്ച്. അന്ന് ശശിയേട്ടൻ്റെ പടമൊക്കെ അയ്യിച്ചു. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ പാട്ടിലൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. കേട്ടാലറിയാം. പാട്ടിൻ്റെ പേരിലൊന്ന് ഒത്തിരി പടങ്ങളൊന്ന് ഹിറ്റായിട്ടുണ്ട്. അന്ന് ഈ ദേവരാം മാഷം, ദക്ഷിണാമൂർത്തി സ്വാമി, അദ്ദേഹത്തിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നേരെ പോയി കാണുന്നത് ഉമ്മുക്കയാണ്. വളരെ വളരെ റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പാട്ടുകളും ഇപ്പോഴും എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള അംഗീകാരം അന്ന് പണ്ട് പലർക്കും അത് ഉണ്ടായിട്ടില്ല, പലവർക്കും. പിന്നെ ശിവാജി ഗണേശന് ഈ പറഞ്ഞൊരു ഭരത് അവാർഡ് കിട്ടാത്ത ഇന്ത്യയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ പലവർക്കും ഈ പറഞ്ഞ പോലെ അംഗീകാരം കിട്ടാത്തൊരു സമയമായിരുന്നു. എന്തായാലും ഉമ്മുക്കയെ ഇവിടെ ആദരിച്ച് അദ്ദേഹത്തിന് ഇനി ഫ്യൂച്ചറിൽ ഒത്തിരി പ്രോഗ്രാംസ് ഇവിടെ മീഡിയ സിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും അദ്ദേഹത്തിനെ പറ്റി പലരും മറന്നു. അദ്ദേഹത്തിനെ വെച്ച് വർക്ക് ചെയ്ത പല സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ ജീവനോടില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് ഒരു വലിയ ആദരവ് തന്നെയാണ് ഇത്. പക്ഷേ ഇത് പോരാ, ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് വളരെ വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ സുരേന്ദ്ര സാറും മനു എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു അദ്ദേഹത്തിനെ 2 വാക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാൻ സാധിച്ചത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നന്ദി, നമസ്കാരം. ദൃശ്യമാധ്യമരംഗത്തെ സമാനതകളില്ലാത്ത മേൽവിലാസമാണ് ശ്രീ ജോണി ലൂക്കോസ്. മലയാള മനോരമയിൽ ജില്ലാ ലേഖകനായി മാധ്യമജീവിതം ആരംഭിച്ച ജോണി ലൂക്കോസ് ചുരുങ്ങിയ കാലം കൊണ്ട് മനോരമയിൽ സബ് എഡിറ്ററും ന്യൂസ് എഡിറ്ററുമായി വളർന്നു. അഭിമുഖ പരമ്പരകളിലും രാഷ്ട്രീയ ലേഖനമെഴുത്തിലും ആദ്യകാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ജോണി ലൂക്കോസ് നിരവധി ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ മലയാള മനോരമയിലൂടെ പുറം ലോകം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിലൂടെയായിരുന്നു. ഏറെ സ്നേഹത്തോടെ സാദരം മീഡിയ സിറ്റി മാധ്യമ പുരസ്കാരം സമ്മാനിക്കുന്നു. ശ്രീ പി വി രതീഷിനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീ ജോണി ലൂക്കോസിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുവാനായി അടുത്തതായി ശ്രീ അനിൽ നമ്പ്യാർ, ജനം ടി വിയുടെ മുഖം, പ്രിയ വാർത്താ അവതാരകൻ, ഹെഡ് ആൻഡ് കറന്റ് അഫയേഴ്സ് ന്യൂസ് പ്രോഗ്രാം. ദൃശ്യമാധ്യമ രംഗത്ത് ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റാറാണ്. DD എന്ന് മാധ്യമ ലോകത്ത് വിളിക്കുന്ന ഈ ധർമ്മടംകാരൻ 3 തവണ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾക്ക് അർഹൻ. ഡിഫൻസ് മാധ്യമ രംഗത്ത് മലയാളിയായ വിദഗ്ധൻ. അതിർത്തിയിൽ പോയി ഇന്ത്യൻ സേനയുടെ സാഹസിക പ്രവർത്തനം കേരളത്തെ അറിയിച്ചു. 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ ആദ്യ അഭിമുഖം നൽകിയത് ശ്രീ ദീപക് ധർമ്മടമാണ്. 24 ന്യൂസിലെ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തിന് വേണ്ടി ശ്രീ ദീപക് ധർമ്മടം പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ശ്രീകണ്ഠൻ സാറിന് പ്രത്യേകിച്ചൊരു മുഖവരിയുടെ ആവശ്യമില്ല. ആകാശവാണിയുടെ മുഖമായി തുടങ്ങി അതിനുശേഷം ദൂരദർശൻ, ഏഷ്യാനെറ്റ്, ഇപ്പോൾ 24 ന്യൂസിൻ്റെ എല്ലാമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർക്ക് വേണ്ടി ദീപക് ധർമ്മട പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ശ്രീ ആർ ശശിശേഖർ, മലയാള മനോരമ പത്രം മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം. ചീഫ് സബ് എഡിറ്റർ, മലയാള മനോരമ പൈതൃകം, പബ്ലിക് ഫിനാൻസ്, പരിസ്ഥിതി എന്നിവ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഈ മേഖലകളിൽ മനോരമ ഓൺലൈനിൽ ഒട്ടേറെ വാർത്തകളും അഭിമുഖങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ വെള്ളി നേടിയ കലാഗ്രാമമാക്കുന്നതിന് മലയാള മനോരമ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കലാഗ്രാമം യാഥാർത്ഥ്യമാക്കി. ആർ ശശിശേഖറിന് കടകംപള്ളി സർ പുരസ്കാരം സമ്മാനിക്കുന്നു. ശ്രീ മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി മാധ്യമശ്രേഷ്ഠ പുരസ്കാരം. ചടുലമായ അവതരണത്തോടെ മാതൃഭൂമി ചാനലുകളിൽ പ്രിയങ്കരനായി മാറിയ മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി
മാധ്യമശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി രജിത് മണിമംഗലം ജനം TV ക്യാമറമാൻ വീഡിയോ വിഷൻ പുരസ്കാരം സമ്മാനിക്കുന്നു. ശ്രീ രജിത് മണിമംഗലത്തെ സാദരം ക്ഷണിക്കുന്നു. മുൻ മന്ത്രി ശ്രീ M. വിജയകുമാർ സാറിന്റെ സദനം. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന മീഡിയ സിറ്റി ചെയർമാൻ എൻ്റെ ആത്മമിത്രം ശ്രീ വി. സുരേന്ദ്രൻപിള്ള അവർ ഉദ്ഘാടകൻ വേദിയിൽ ഉടനെ എത്തും. ന്യൂസ് ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഈ വേദിയിലുള്ള മറ്റ് പ്രഗത്ഭമതികളെ, അനുഗ്രഹീത കലാകാരന്മാരെ, കലാകാരികളെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, മീഡിയ സിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വേറിട്ട ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് തുടക്കം കുറിക്കാൻ സാധിച്ചു. തുടക്കം കുറിച്ച ചടങ്ങ് മുതൽ എത്രയെത്ര ചടങ്ങുകളിൽ ഞാനിതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ച ഒരു പൊതു പ്രവർത്തകൻ കൂടിയാണ് ഞാനൊരു പ്രസംഗത്തിനൊന്നും ഉള്ള ഒരു വേദിയായി കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് വള്ളത്തോൾ വിദ്യാപീഠം, അതാണ്. അതിൻ്റെ ഉദ്ഘാടനവും ഈ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ്. മീഡിയ സിറ്റിയുടെ MD എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞല്ലോ, ഒരു ഒറ്റയാൾ പട്ടാളമാണ്. ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒറ്റയാൾ പട്ടാളം തന്നെ. പക്ഷേ ഒറ്റയാൾ പട്ടാളത്തിന് ഇത്തരത്തിലൊരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. വാസ്തവത്തിൽ ഇവിടെ ആദ്യത്തെ അവാർഡ് കൊടുക്കേണ്ടത് ആർക്കാണ്? മീഡിയ സിറ്റിയുടെ MD മനു C. കണ്ണൂരിനാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ. അദ്ദേഹം നിർവഹിക്കുന്ന കലയെന്ന് പറഞ്ഞാൽ കലയ്ക്ക് ഒരു പുതിയ നിർവചനം കൊടുക്കുകയാണ്. സിനിമയ്ക്ക്, സീരിയലിന്, ടെലിവിഷന്, ഇതൊക്കെ ചില വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ കലയെന്ന് പറയുന്നത് വ്യക്തികളുടേതല്ല. കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലയും സംസ്കാരവും എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ സംസ്കാരമാണ്, അല്ലെങ്കിൽ വിജയമാണ്. ഒരു കലാസൃഷ്ടി വിജയിച്ചാൽ വ്യക്തികളിലല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത്. അതിനുള്ള ആദ്യത്തെ കേരളത്തിലെ പുരസ്കാരം നൽകേണ്ടത് മനു C. കണ്ണൂരിനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അത് ആരെ കൊടുക്കുക? സുരേന്ദ്രൻപിള്ള, അദ്ദേഹം ചെയർമാനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം, നിർവഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് നിർവഹിക്കാം. അതേ ഞാൻ പറയാനുള്ളൂ. ഇപ്പോൾ ഈ വള്ളത്തോൾ വിദ്യാപീഠം സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞല്ലോ, ശിവഗംഗ ഡാൻസ് അക്കാഡമി, മ്യൂസിക് ഡാൻസ് അക്കാഡമി മകളാണ്, മനു C. കണ്ണൂരിൻ്റെ മകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ ആഹ്ലാദകരമായ കാര്യമില്ല. 2 തലമുറകളുമായിട്ടുള്ള ബന്ധമാണ് എനിക്കുള്ളത്. ആദ്യത്തെ ഉദ്ഘാടനവും, അച്ഛൻ്റെ ഉദ്ഘാടനവും, മകളുടെ ഉദ്ഘാടനവും. അപ്പോൾ അതിലേറെ സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാനില്ല. ഞാൻ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.
സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ശ്രീമതി ഐവി ടീച്ചർ, സുനിത ടീച്ചർ രണ്ടുപേർക്കും മെമന്റോ സമ്മാനിക്കുവാനായി സാറിനോട് അഭ്യർത്ഥിക്കുന്നു. വള്ളത്തോൾ വിദ്യാപീഠം പ്രിൻസിപ്പൽ ശ്രീമതി ഐവി ടീച്ചർ, വള്ളത്തോൾ വിദ്യാപീഠം നൃത്ത മേധാവി ഗുരു നാട്യശ്രീ സുനിത ശശി രണ്ടുപേർക്കും പുരസ്കാരം സമ്മാനിക്കുകയാണ് മീഡിയ സിറ്റി. വിജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനിക്കാനായി. 13ാമത് മീഡിയ സിറ്റി ചലച്ചിത്ര TV മാധ്യമ അവാർഡ് 2023-24. അധ്യാപന രംഗത്തെ സമഗ്ര സംഭാവന ശ്രീമതി ഐവി ടീച്ചർ, പ്രിൻസിപ്പൽ, വള്ളത്തോൾ കോളേജ്, പൊന്നാനി, എടപ്പാൾ. 1977 രൂപം കൊണ്ട വള്ളത്തോൾ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ അധീനതയിലുള്ള വള്ളത്തോൾ കോളേജിന്റെ മേധാവിയാണ് ഇന്ന് ശ്രീമതി ഐവി ടീച്ചർ. വള്ളത്തോൾ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പാളായ പ്രൊഫസർ എ ബാലകൃഷ്ണ വാര്യർക്കൊപ്പം 1978 മലയാളം അധ്യാപികയായി ശ്രീമതി ഐവി ടീച്ചർ വള്ളത്തോൾ വിദ്യാപീഠത്തിന്റെ ഭാഗമാകുന്നത്. തുടർന്ന് അക്ഷരമൂല്യത്തിന്റെ അഗ്നിശുദ്ധി കൊണ്ട് ജീവിത പാഠം പകർന്നു നൽകിയ പ്രൊഫസർ ഐവി ടീച്ചർ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മാർഗവും വെളിച്ചവുമായി. 25 വർഷമായി വള്ളത്തോൾ കോളേജിന്റെ പ്രിൻസിപ്പൽ പദവിയിൽ സചേതന സാരഥ്യമായി തുടരുകയാണ് പ്രൊഫസർ ഐവി ടീച്ചർ. സുദീർഘമായ തന്റെ കർമ്മപഥങ്ങളിൽ ആത്മസമർപ്പണത്തിന്റെ അക്ഷയദീപമായി സമുജ്വലിക്കുന്ന പ്രൊഫസർ ഐവി ടീച്ചറിനെ അധ്യാപന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി മീഡിയ സിറ്റി ആദരിക്കുന്നു. ശ്രീമതി ഗുരു നാട്യശ്രീ സുനിത ശശി, വള്ളത്തോൾ വിദ്യാപീഠം നൃത്ത മേധാവി. സമ്മാനം നൽകുകയാണ്. ശിവഗംഗ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ ഉദ്ഘാടനവും ഒപ്പം വള്ളത്തോൾ വിദ്യാപീഠം സ്റ്റഡി സെന്റർ ഉദ്ഘാടനവുമാണ് ബഹുമാനപ്പെട്ട എം വിജയകുമാർ സാർ ഇവിടെ നിർവഹിച്ചത്. ഇനി ശിവഗംഗയ്ക്ക് ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. എൻ്റെ മകൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ സാറ് തന്ന സമ്മാനമാണ് അവൾക്ക് ഡാൻസ് സ്കൂളിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പൊതി കൊടുത്തു വന്നിട്ട് തുറന്നു നോക്കണ്ട, നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരും, അത് മോൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞത്. താങ്ക് യു സാർ, താങ്ക് യു. നാട്യശ്രീ പുരസ്കാരം സ്വാതി കൃഷ്ണ KS. നാട്യശ്രീ പുരസ്കാരം സുരഭി M. നാട്യശ്രീ പുരസ്കാരം ജയശ്രീ ബിജു. കണ്ണൂർ ജില്ലയിൽ നിന്നും അഭിനന്ദ് M. എല്ലാം സുനിത ടീച്ചറുടെ ശിഷ്യരാണ് കേട്ടോ. മഞ്ജു ബിജു. നാട്യശ്രീ പുരസ്കാരം പ്രീതി ബേബി.
സുമിത AB. രാജലക്ഷ്മി L. അനുപമ സുന്ദരേശൻ. പ്രതിഭ പുരസ്കാരം അഞ്ജന അടുത്തത് നാട്യശ്രീ പുരസ്കാരം ആർച്ച നിശാന്ത്. റാണി ടോബി. നമ്മുടെ റിമി ടോമിയുടെ അമ്മയാണ് റാണി ടോബി. അത് ടീച്ചർ ഏറ്റുവാങ്ങുന്നതാണ്. ബിജു S. ടീച്ചറുടെ പ്രിയപ്പെട്ട ശിഷ്യർക്കുള്ള പുരസ്കാരമാണ് നൽകുന്നത്. ഡോക്ടർ പി പത്മ. നാട്യശ്രീ പുരസ്കാരം ശോഷന വിനു. അപർണ ശശീന്ദ്രൻ. അടുത്തത് രാമകൃഷ്ണൻ. നാട്യശ്രീ പുരസ്കാരം ലെനീന R. ശ്രീലത വാര്യർ. നാട്യശ്രീ പുരസ്കാരം ലക്ഷ്മി MG.